ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഫർഹാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പൂരിയാണ്. നമ്മുടെ സാധാരണ പൂരിയിൽ നിന്നും വെറൈറ്റി ആയിട്ടുള്ള ഒരു പൂരിയാണ് ആലു പൂരി അഥവാ ഉരുളൻകിഴങ്ങ് കൊണ്ടുള്ള കിടിലൻ പൂരി. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിൻ്റെ കൂടെ ഞാനൊരു റെസിപ്പി കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ചന കൊണ്ടുള്ള ഫ്രൈഡ് ചന ഗ്രേവിയാണ്. അപ്പോൾ നമുക്കതും കാണാം. ഇനി നമുക്ക് എങ്ങനെ ആലുപൂരി തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് ഉരുളൻകിഴങ്ങാണ്. വേവിച്ചെടുത്ത ഉരുളൻകിഴങ്ങാണ് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊന്ന് ഈ ഉരുളൻകിഴങ്ങ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഉരുളൻകിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം ഈ മാവിലും ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ്. 1/4 ടീസ്പൂൺ വലിയ ജീരകം, അതുപോലെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഇവ രണ്ടും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുത്ത് ഇനി നമുക്കിതൊന്ന് നന്നായി കുഴച്ചെടുക്കണം. ഈ ആലുപൂരിയുടെ ടേസ്റ്റും ഈ മസാലകളാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. പൂരിക്കുള്ള മാവ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസുകളാക്കി മാറ്റാം. ഇത് ഞാൻ പരത്തിയിട്ടല്ല ചെയ്യുന്നത്, പ്രസ്സിൽ അമർത്തുകയാണ്. ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസുകളാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് കട്ടിയിൽ നല്ല പൂരി പൊങ്ങി വരാനായിട്ട് കുറച്ചൊരു കട്ടിയിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ബോൾസൂടെ ഇതുപോലെ ആക്കിയെടുക്കാം, റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കാം. ഓരോ ബോൾസും ഒന്ന് എണ്ണയിൽ മുക്കിയതിന് ശേഷമാണ് ഇത് പ്രസ് ചെയ്തെടുക്കുന്നത്. ഞാനിതെല്ലാം ഒരു ചപ്പാത്തി പ്രസ്സിലാണ് പ്രസ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരത്തിയെടുക്കുകയും ചെയ്യാം. പൂരി ഒന്ന് പൊരിച്ചെടുക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇത് നന്നായി ചൂടായതിന് ശേഷമാണ് പൂരി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു പൂരി ഇട്ട് കൊടുക്കാം. അപ്പോൾ പൂരി ഒരു സൈഡൊന്ന് വേവായതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് പൊങ്ങി വരും, അപ്പോഴാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. പൊരിക്കുന്നതൊക്കെ സാധാ പൂരി പോലെ തന്നെയാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മറുഭാഗം കൂടി ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതുകൂടെ ഇതുപോലെ പൊരിച്ചെടുക്കാം. നല്ല പൊങ്ങി വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതുകൂടെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂരി. ഉള്ളൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിൻ്റെ കൂടെയുള്ള ഈ ചന ഗ്രേവി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ചനയാണ്, വെള്ളക്കടല. അപ്പോൾ ഇത് ഞാൻ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതായിരുന്നു. ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് 3 വിസിലിനാണ് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇത് വേവാകുമ്പോഴേക്ക് നമുക്കിതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി. ചനക്കടല വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ചൂട് പോയതിന് ശേഷമാണ് നമ്മൾ മസാല തേക്കുന്നത്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഇവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കണം. ഈ പൊടികൾ കട്ട പിടിക്കാതെയാണ് നമ്മൾ മിക്സ് ആക്കേണ്ടത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച ചനയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൽ ചനയിൽ നന്നായി ഈ മസാല തേക്കാം.
ഇനി ഇത് നേരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല തേച്ച ചന ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ ചന ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും എണ്ണ തട്ടുന്ന രീതിക്ക് എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആദ്യം വേവായതാണ്. ചനക്കടല നല്ല ബ്രൗൺ കളറായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കോരിയെടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതൊന്ന് കോരി മാറ്റി വെക്കാം. ഇനി ഇതൊരു ഗ്രേവി ആക്കാൻ വേണ്ടി ഞാനിവിടെ 3 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്, അതും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും എടുത്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ പാനിലേക്ക് നമ്മൾ ഉള്ളിയിട്ട് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വഴന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ച ക്യാപ്സിക്കമാണ്. ഇതും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചന ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചനയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ച മല്ലിയിലാണ്. അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് സോസുകളാണ്. അപ്പോൾ ഇനി ആ സോസുകളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 1 ടീസ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. 5 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് ഒഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കൂടുതൽ ടൈം വേവിക്കരുത്. ഇത് ഒഴിച്ച പാട് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചന ഗ്രേവിയും റെഡി ആയിട്ടുണ്ട്. നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഈ ചന ഗ്രേവിയും ആലു പൂരിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.